അങ്ങനെ ഒരുമിച്ച് വന്ന് എന്തായാലും രണ്ടും കൂടി ഒരുമിച്ച് വരിക. ഒന്നുണ്ടെങ്കിൽ ആളുകളുണ്ടാവും, രണ്ട് മതിൽ ഉണ്ടാവും. ഒന്ന് അവിടെ, വേറൊന്ന് അവിടെ, വേറൊന്ന് ഇവിടെ, ചെല്ലണ ദിക്കിലും മരണ ദിക്കിലൊക്കെ ആയിട്ട് ഓരോന്നുണ്ടാവും. ഈ മരങ്ങളിലൊക്കെ അത് കൂടുതലുള്ള ആളുകളാണോ, എവിടെയൊക്കെയുള്ള ദിക്കെന്ന് അറിയില്ല, ഏതൊക്കെ ദിക്കിലാണെന്ന്. എന്തായാലും അങ്ങനെ ഇത് ഒരുമിച്ച് അഥവാ വരുന്നത് കലഹിച്ചുകൊണ്ടാവും മൃഗങ്ങള് അങ്ങോട്ട് ഇതിപ്പോ അങ്ങനെയല്ല എന്നുള്ളത് ഈ ഭാവത്തിലാണ് സമാധാനമായിട്ട് നടക്കുന്നത്. ഇങ്ങനെ തരാറുണ്ടാവില്ല. എന്തായാലും രണ്ടും കൂടി വന്നിട്ടുണ്ടോ. രണ്ടും വന്നിട്ടുണ്ട്. पक्षकविव दिव्यो देखिए अहम हो कविव मूढ़ तिष्ठति അങ്ങയുടെ പ്രാണവല്ലഭമായിരിക്കുന്ന ആ ദേവിമാർ അവര് രണ്ടുപേരും അങ്ങയുടെ മുമ്പിലൂടെ സമീപത്തെത്തിക്കണം. എന്താ അങ്ങനെ യാതൊരു ഉത്സാഹമില്ലാതെ ഒരു ഭാവം പ്രകടിപ്പിക്കാതെ ഭാവം യാതൊരു ഭാവവ്യത്യാസമില്ല. അങ്ങനെ ഇതിനൊക്കെ വിധാനമായിട്ട് ഒരു ചാറ്റില്ല. ഈ ഘട്ടം ഈ ചന്തം ദേഹമൊഴിളങ്ങിടും പ്രിയതമാകുന്നത്തെ മുന്നിലായി സ്വന്തം കണ്ണുകൾ കണ്ടുകൊണ്ടു മധുര പന്തം കണ്ടു പകച്ചു പോയൊരു പെരുച്ചാഴിക്കു തുല്യം ഭവാനെന്തേ നിൽപ്പതിന്നു ഉടനെ വളരെ വളരെ എന്താണ് ഇങ്ങനെ നിൽക്കുന്നത്, എന്താ ഇങ്ങനെ മതിയോ സാധാരണ സുഭദ്രയാണ് സത്യം, പരമാർത്ഥമാണ്. അതാരാണെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ? ഈ ആരാന്ന് മനസ്സിലാവാത്തോണ്ടല്ല, അത് അദ്ദേഹത്തിന് നല്ലപോലെ ആരാന്നുള്ളത് ഇത് പ്രീതമയായിട്ടുള്ള ഞാൻ മുമ്പേ പുറപ്പെട്ടുള്ള ആ വാചാരിയാണ്. ഇത് എക്കാലത്ത് ഉണ്ടായിട്ടുള്ള സുഭദ്രയാണ്. എന്നിട്ടും എന്താ വളരെ ഇങ്ങനൊരു ഇപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ഏത് ഭാഗത്തേക്കാരാം ഇങ്ങനെയുള്ള ഈ ഭഗതേണ്ടെങ്കില് ഞാൻ ശ്രദ്ധിക്കണില്ല. ഈ ഒരു ഭാഗ്യോദയത്തില് ഇങ്ങനെയായിട്ടുള്ള സൗഭാഗ്യത്തില് ഞാൻ വിശ്വസിക്കണില്ല. വളരെ ഇങ്ങനെ ആയ രീതിയല്ല.
മാധു ഐന്തോടതം അഭുതയം അണിവിത്തേണതേ വിനാശേ മാധൽ അജിന്തോടതം അഭ്യുദയം അനിമിത്തേനതേ വിനാശയ. അനിമിത്തമായിരിക്കുന്ന ശങ്ക കൊണ്ട് എന്നിട്ട് അജിന്തോപമായിരിക്കുന്ന അഭ്യുദയത്തെ നശിപ്പിക്കരുത്. അവിചാരിതമായിട്ടുണ്ടായിട്ടുള്ളതാണ്, പ്രതീക്ഷിക്കാൻ വയ്യ, ചിന്തിക്കാതെ കണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്ക് വയ്യാത്തതാണ് ഈ ഭാഗ്യം. രണ്ടും കൂടി ഒരുമിച്ച് വരും. ഒന്നേ ഉള്ളൂ, ഒരാളാണെങ്കിൽ ഒന്നുണ്ടായ തന്നെ താഴേക്ക് കഴിയുമ്പോൾ ആലോചിക്കുന്നത്, ഒരെണ്ണുണ്ടായാൽ തന്നെ വിഷമില്ലേ. അതുകൊണ്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. മറ്റതിനെ കൂടെ കൊണ്ടുവരാണ്ട് പിന്നെ രണ്ടെണ്ണം കൂടി അയാൾ കൈ വയ്ക്കുമോ? അപ്പൊ അത് രണ്ടും കൂടി കാരണം അവരുടെ കയ്യിൽ നിന്ന് വരായിട്ട് സിദ്ധി കൂടുക, അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പൊ ഇതല്ല രണ്ടാമത്തെ സമാധാനം. അവര് ഇങ്ങനെയുള്ളത് എന്താണ് ഭാഗ്യദേഹം എന്ന് പറയാനായിട്ട് എന്താണെങ്കിൽ വേറൊന്നുമല്ല. ആ തത്വഭൂതനെ പാഞ്ചാലിയുടെ മുമ്പിലേക്ക് ആ സുഭദ്രയെ എങ്ങനെയാണ് കൊണ്ടുചെല്ല അവരുടെ സമാഗമം, അതിനെങ്ങനെ എന്താ ഉപായം എന്തൊക്കെ ഉണ്ടാവുമെന്ന് അറിയാതെ കണ്ട് അങ്ങ് പരിഭ്രമിച്ചത് എനിക്കും അറിയുന്നു ഈ പരിഭ്രമം. പക്ഷേ അങ്ങനെ അബദ്ധമൊന്നും കൂടാതെ കൊണ്ട് അവര് സൗഖ്യമായിട്ട് ഇവിടെ ഒരുമിച്ച് വന്നു. അങ്ങനെ വന്നപ്പോഴും അങ്ങേക്ക് ഭാവമില്ലാതെ ചിന്തിച്ചിടാതെ വരും സമയത്തോങ്കിൽ വന്നെത്തിയൊരു ഭാഗ്യതേ ശങ്കിച്ചു നിന്നതും ഇതും വെറുതെ പറഞ്ഞു മംഗത്തോട് കഥയൊല്ലിക തോടരേ. എന്റെ തോടരേ, നശിപ്പിക്കാൻ പാടില്ല. നിനക്ക് സന്ദർഭം ഉണ്ടാകാനല്ല, രണ്ടും കൂടി സ്വസ്ഥമായിട്ട് കഴിച്ചില്ല. അവരെ ഒരുമിച്ച് വരിക, സന്തോഷമായിട്ട് വരിക, ഒന്നും നിരീക്കാൻ കഴിയുന്നതല്ല.